നിഖിൽ പ്രമേഷ് കൂടി നമ്മോടൊപ്പം ചെയ്യുന്നു. നിഖിൽ, നിലവിൽ ഈ പരിസര പ്രദേശത്ത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ പറയുന്ന അധ്യാപകരെല്ലാം പാങ് സ്കൂളിലെ അധ്യാപകരാണെങ്കിൽ അവരുടെ സ്വദേശമൊക്കെ അടുത്തടുത്താണോ? ഈ പറയുന്ന ലൊക്കേൽ തന്നെയാണ് അവരുടെ പ്രദേശം? എത്ര പേർ യാത്ര തിരിച്ചു എന്നാണ് നമുക്ക് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ? സുഹേൽ, ഇപ്പോൾ ഈ യാത്രയിൽ തന്നെ ഉണ്ടായിരുന്ന യാത്രാ സംഘത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആ കുട്ടി പറയുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ 14 പേർ എന്നുള്ളതാണ് ആ കുട്ടി വിശദീകരിക്കുന്നത്. ആ ഓഡിയോ നമ്മൾ അല്പസമയം മുൻപ് കേട്ടതാണ്. അതിൽ വിശദീകരിക്കുന്നത് 14 പേർ എന്നുള്ളതാണ്. നേരത്തെ 16 എന്നുള്ളൊരു കണക്ക് വന്നിരുന്നു. 14 പേർ എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഈ അപകടം ഉണ്ടാകുന്നത് എച്ചം ഒഴിച്ച് ബാക്കി എല്ലാവരും സ്കൂളിനടുത്ത് വർഷങ്ങളായി താമസിക്കുന്ന ആളുകളാണ്. ഒരു ഗ്രാമം ഒന്നടങ്കം ഇതിൻ്റെ ഒരു വേദനയിലും നടുക്കത്തിലുമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഈ മരിച്ച ആളുകളുടെ ഒരു എത്ര പേര്, നേരത്തെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന കണക്കുകൾ പ്രകാരം 9 പേർ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരുടെ പേര് വിവരങ്ങൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. ഷക്കീന, മജീദ്, റുക്കിയ, അജിത, റംല, ആഷ, സുഹ്റ, ഹിഷാം, സജിത, അങ്ങനെ ഈ കുക്കായിട്ടുള്ള സജിത അടക്കം 9 പേരുടെ മരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കാഴ്ചാ പരിമിതനായ ഒരു അധ്യാപകനും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ചേർന്ന് ഈ പരീക്ഷയുടെ വാല്യുവേഷനൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം ഒരു വിനോദയാത്ര, ഒരു ദിവസത്തെ ഒരു ഉല്ലാസം എന്നുള്ള നിലയ്ക്ക് ഈ വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. ഈ നാടൊന്നടങ്കം അതിൻ്റെ ഒരു വേദനയിലും ദുഃഖത്തിലുമാണ്. ഇന്ന് പുലർച്ചെയാണ് ഈ സംഘം ഇവിടെ നിന്ന് പുറപ്പെട്ടത്. എന്തായാലും ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ, ഈ നാട്ടിലേക്ക് വിവരം അറിഞ്ഞതിന് പിന്നാലെ വാർത്താമാധ്യമങ്ങളിലൂടെയാണ് ഈ വിവരം നാടൻ ഒട്ടൊക്കെ അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്കൂളിലേക്കുള്ള പാതയ്ക്ക് പരിസരത്താണുള്ളത്. ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് തടിച്ചു കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ തുടർ കാര്യങ്ങളൊക്കെ, അതായത് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. അല്പസമയം മുൻപ് മഞ്ഞളാംകുഴി MLA ഈ സംഭവ സ്ഥലം ഈ സ്കൂളിലേക്ക് എത്തിച്ചേരുകയും ഇവിടുത്തെ ആളുകളെയൊക്കെ കണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനും വ്യക്തമായൊരു ചിത്രം, എപ്പോഴായിരിക്കും മൃതദേഹം എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല. അദ്ദേഹവും പറഞ്ഞത് 9 മരണം ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഒരാളുടെ കൂടി നില വളരെ ഗുരുതരമായി തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്നുണ്ട്. പുതിയ എന്തെങ്കിലും വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അതായത് കോയമ്പത്തൂര് ഉള്ളത് മറ്റേ ആ കണ്ണിന് കാണാത്ത മജീദ് മാഷ്, ഡ്രൈവർ, പിന്നെ ഷഹദി എന്ന് പറഞ്ഞ കുട്ടി, ഇവർ 3 പേരും കോയമ്പത്തൂർ സേഫാണ്. ബാക്കി 10 പേര് മറ്റേ പൊള്ളാച്ചിയിലുള്ളത്. അതിൽ 9 പേരത് കൺഫേം ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട്. ഒന്നും ഇതുവരെ കിട്ടിയില്ല. ഇപ്പോൾ ഒരു 5 മിനിറ്റോടെ വിളിക്കാം. അവിടെ ഇവിടുന്ന് പോയ ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഇവിടെയുള്ള കുട്ടികളുടെ ഇവിടുന്ന് പോയത് തന്നെ. അവരെ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. കോയമ്പത്തൂരിലാണോ ഉള്ളത്? ഇല്ല, കോയമ്പത്തൂർ ആരും എത്തിയില്ല. ഇപ്പൊ നേരെ ഇവിടുന്ന് പോയ ടീമൊക്കെ പൊള്ളാച്ചിക്കാണ് പോയിട്ടുള്ളത്. അവിടെ 9 പേരത് കൺഫേം ആണ്. ഒന്നും അറിയാനായിട്ടില്ല. ബാക്കി കോയമ്പത്തൂരുള്ള 3 പേരും സേഫാണ്. ഈ കാഴ്ചാപരിമിതനായ അധ്യാപന്റെ പേര് മജീദ്. അപ്പോൾ അദ്ദേഹം അടക്കം 3 പേർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ അധ്യാപകനും നേരത്തെ നമ്മളോട് സംസാരിച്ച ഈ ഓഡിയോ ബൈറ്റായിട്ട് അയച്ചു തന്ന വിദ്യാർത്ഥി അടക്കമുള്ളവർ സുരക്ഷിതരാണ്. അവരുമായി സംസാരിക്കാൻ നാട്ടുകാർക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ കഴിയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.